മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വചനത്തിൽ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. മലമേൽ പണിയപ്പെട്ടിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല. ഒരു വിളക്ക് കൊളുത്തി പീഠത്തിന്മേലാണ് വെക്കുന്നത്, എന്നാൽ പറയിന്റെ കീഴെ അല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എനിക്ക് ഈ വചനം തന്നു. ചെറുപ്രായത്തിലെ കൈനഗിരി എന്ന പ്രദേശത്ത് മാമ്പ്ര കുടുംബത്തിലെ കർത്താവിന്റെ കൃപയാൽ ജനിച്ചു. അവിടെ അടുത്തുള്ള സെന്റ് ഏലിയാസ് പള്ളിയിൽ കുർബാനയ്ക്ക് കൂടുവാൻ കർത്താവ് കൃപയായി. എന്നാൽ കർത്താവ് അടിയനെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട് വിളിച്ച് വേർപെടുത്താൻ തീരുമാനിച്ചതിന്റെ ഒറ്റ കാരണത്താൽ മാത്രം ആ സത്യം അറിയുവാൻ, അതേ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുവാൻ കർത്താവ് ആ പാരമ്പര്യത്തിന്റെ കെട്ടിൽ നിന്നും അച്ഛന്മാർ കൂടി ആരാധനയിൽ നിന്നും അതേ പൗരോഹിത്യത്തിന്റെ കെട്ടിൽ നിന്നും കർത്താവ് അടിയനെ വിളിച്ച് വേർപെടുത്തിയ ആ ദൈവത്തിന്റെ അതിമഹത്തായ സ്നേഹത്തെ ഓർത്ത്, ആ കഥലിനെ ഓർത്തു എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്വതന്ത്രം കരയേറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ വചനം ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. അതെ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരും ഇപ്പൊ പോയി. രാവിലെ വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ പലരും പോയി. നമുക്ക് ആ വചനം അനുസരിച്ച് ലോകത്തിന്റെ പ്രകാശമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്തയായിരുന്നു ഞാൻ വൈദികനായിരുന്നപ്പോൾ. അതേ കർത്താവിന്റെ കൃപയാൽ അതേ കർത്താവ് പറഞ്ഞു, നീ ഒരു വിളക്കാകുന്നു. ഒരു വിളക്കായിട്ട് കത്തിച്ചുകൊണ്ട് കരുതിരിയായുള്ള വിളക്കല്ലാതെ അത് എന്ന് ശോഭിക്കുന്ന ഒരു വിളക്കായിട്ട് നീ ശോഭിക്കണമെങ്കിൽ ആ വിളക്ക് കത്തുവാൻ ആവശ്യമായ എണ്ണ വേണം, അതിന് തിരി വേണം, അതേ അതിന് ഓക്സിജൻ വേണം, അതിന് ആ കാറ്റ് കോൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് ഒരു ഗ്ലാസ് വേണം, അല്ലെ ചിമ്മിനി വേണം. അത് എന്നാൽ മാത്രമേ അതിന് പ്രകാശിക്കാൻ സാധിക്കുകയുള്ളൂ. അതേ ആ വചനത്തെ ചിന്തിച്ചതിന് വെളിച്ചത്തിൽ എന്റെ ജീവിതത്തിൽ അതേ ഞാൻ അക്ഷരകൂടി ആരാധനയില് അല്ലെ പാരമ്പര്യത്തില് അല്ലെ പൗരോഹിത്യത്തിലായിരുന്നപ്പോൾ എന്റെ കർത്താവിന്റെ അളവറ്റ കൃപയാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിച്ചപ്പോൾ എന്റെ കർത്താവ് പറഞ്ഞു, മകനെ, നീ ജീവിക്കുന്ന അല്ല ശരി, അതല്ല നീ അവിടെ വചനം നിന്റെ ജീവിതത്തില് ആ കർത്താവിന്റെ വചനത്തിന് നീ പ്രാധാന്യം കൊടുക്കാതെ കണ്ട് കർത്താവ് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച്, കർത്താവ് ചെയ്തതനുസരിച്ച്, കർത്താവ് കൽപ്പിച്ചതനുസരിച്ച്, അപ്പസ്തലന്മാർ ചെയ്തതനുസരിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മാതിരിയല്ല നീ ചെയ്തിരിക്കുന്നത്. അതിനാൽ അതിൽ നിനക്ക് ശോഭിക്കാൻ സാധിക്കില്ല, നിനക്ക് വിളക്കായിട്ട് കത്തുവാൻ സാധിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം എണ്ണ അതേ ദൈവവചനം. രണ്ടാമതായിട്ട് ആ തിരി എന്ന് പറയുന്ന വ്യക്തികളായ നമ്മൾ ഓരോരുത്തരും. മൂന്നാമതായിട്ട് ആ എണ്ണ അതേ ആ എണ്ണയിൽ മുക്കി മുഴുവനായിട്ട് പൊങ്ങി കഴിയുമ്പോഴാണ് അതേ ആ സ്നാനത്തിൽ കൂടി ആ എണ്ണയ്ക്ക് പകരമായിട്ട് നമ്മൾ പാലോ വെള്ളമോ ഒഴിച്ചാൽ ആ വിളക്ക് കത്തുകയില്ല. അതേ ഇവിടെ പാരമ്പര്യമോ അച്ഛങ്ങളുടെ ആരാധനയോ അല്ല. അതേ അവിടെ നമുക്ക് വേണ്ടത് ദൈവവചനമാണ്. അതേ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവവചന മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവ് കൃപയായി. ആ മർമ്മങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതേ എനിക്ക് പാപബോധമുണ്ടായി, എനിക്ക് പശ്ചാത്താപം ഉണ്ടായി, ന്യായവിധിയെക്കുറിച്ച് ഓർമ്മയുണ്ടായി. അത് അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ അതേ സ്നാനമെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷെ എനിക്ക് സ്നാനമെടുക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം എന്താണ്? ഞാൻ വളർന്നു വന്ന ആ സാഹചര്യത്തിലെ അതേ പാരമ്പര്യം അനുസരിച്ച് ജീവിച്ചിരുന്ന ആ സാഹചര്യത്തില് ആ സഭയിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ എന്താകും എന്റെ അവസ്ഥ എന്താകും? എന്റെ പേര് മാത്യു മാമ്പ്ര എന്നാണ്. ഞാൻ ഏകദേശം സലേഷ്യൻസ് ഡോൺ ബോസ്കോ എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിൽ 18 വർഷം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. 17 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വൻ കൃപയാൽ എന്നെ വിളിച്ചു വേർപെടുത്തി. എന്നാൽ കർത്താവിന്റെ പദ്ധതി അനുസരിച്ചു ഒരു കുഗ്രാമത്തിലേക്ക്, കോഴിക്കോട് ഏറ്റവും ദൂരെയുള്ള കക്കാടം പോയിൽ എന്ന പ്രദേശത്ത് അതേ ആദിവാസികളുടെ ഇടയിലേക്ക്, പാവപ്പെട്ടവരുടെ ഇടയിലേക്കാണ് എന്റെ കർത്താവിനെ എത്തിച്ചത്. പക്ഷെ എന്റെ കർത്താവിന്റെ കൃപയാൽ അവിടെ കർത്താവിന്റെ വചനം എത്തിക്കുവാൻ, അതേ ആയിരങ്ങളോട് കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുവാൻ കർത്താവ് കൃപയായി. ആ കർത്താവിന്റെ ആ വലിയ സ്നേഹത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയം ഇല്ലാത്തതിന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത് ഒരു വൈദ്യനായിരിക്കുമ്പോൾ എന്നെ അലട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതേ ഒരു വിളക്കായിട്ട് കത്തുവാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇറങ്ങി തിരിച്ചത്. പക്ഷെ എനിക്ക് എണ്ണയില്ല. അതേ എനിക്ക് കത്തുവാനായിട്ട് അതേ ആ തിരിയാകുന്ന ആ എന്നില് അതേ വേണ്ടതായ ബലമില്ലായിരുന്നു. അതേ മൂന്നാമതായിട്ട് ആ തിരി കത്തണമെങ്കിൽ അതേ ആ എണ്ണയിൽ പൊങ്ങി വെച്ചാൽ മാത്രമേ ആ പൊങ്ങേണ്ട ആവശ്യം സ്നാനത്തെക്കുറിച്ച് എന്റെ കർത്താവ് എനിക്ക് ആലോചന തന്നു. അതേ ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ വിളക്ക് കത്തണമെങ്കിൽ, ആ തിരി കത്തണമെങ്കിൽ അവിടെ യേശു എന്ന് പറയുന്ന ഒരു മധ്യസ്ഥൻ, അതായത് ഈ ഓക്സിജൻ കൊണ്ട് മാത്രമേ അവിടെ കത്താൻ പറ്റുള്ളൂ. അവിടെ ഹൈഡ്രജനുണ്ട്, അല്ലെങ്കിൽ മറ്റു പല വാതകങ്ങളുണ്ട്. ആ വാതകങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് വിളക്ക് കത്തുകയില്ല. ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ടാണ് ആ വിളക്ക് കത്തുന്നത്. അതുപോലെ ആ ഏക രക്ഷകനായ യേശുവിൽ കൂടി മാത്രമേ എനിക്ക് ആ രക്ഷ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നു. ആ കർത്താവിന്റെ വൻകൃപയോ ഞാൻ ശ്രദ്ധിക്കുന്നു, മാത്രപ്പെടുത്തുന്നു. അത് ഞാൻ ദീർഘിപ്പിക്കുന്നു. ഞാൻ അങ്ങനെ അതേ സലേഷ്യൻ ഡോൺ ബോസ്കോയിലെ ഏകദേശം ഒരു 17 വർഷത്തിന് മേലെ വൈദികനായിരുന്ന സമയത്ത്, ഞാൻ ചുരുക്കി പറയട്ടെ, ഞാൻ ബാംഗ്ലൂരായിരുന്ന സമയത്ത് എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരു പ്രശ്നം, അവിടെ തമ്മിച്ചട്ടി പാളയത്ത് ഒരു പള്ളിയുണ്ട്, സെന്റ് ആന്റണീസ് ചർച്ച്.
അവിടെ തമിഴരാണ് കൂടുതൽ വന്നിരുന്നത്. അന്തോണീസ് സ്വാമിയാരുടെ കോവില് അവിടെ ആയിരുന്ന സമയത്ത് ആ കുർബാന അർപ്പിക്കാൻ പോയ സമയത്ത് ആദ്യമായിട്ട് ആ വചനഭാഗം വായിക്കുവാൻ ആരംഭിച്ചപ്പോൾ എന്നെ വേദനിപ്പിച്ച പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. വിശ്വാസികൾ, പള്ളി നിറയെ വിശ്വാസികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വിശ്വാസിക്ക് പോലും വചനം കേൾക്കുവാനുള്ള താല്പര്യമില്ലായിരുന്നു. എന്റെ ഹൃദയം തുടങ്ങി, ഞാൻ കരഞ്ഞു, കർത്താവേ ഇതെന്താണ് ഈ വചനം? അവിടുത്തെ വചനം കേൾക്കുവാൻ ഇവർക്ക് ആഗ്രഹമില്ലല്ലോ. അത് ഞാൻ നിർത്തിയിട്ട് അവരെ വിളിച്ചു. പക്ഷേ 2-3 പ്രാവശ്യം വിളിച്ചെങ്കിലും അവർ വചനം കേൾക്കാൻ താല്പര്യമെടുക്കാതെ അവരുടെ ആ പരിഹാര പ്രക്രിയകൾ അന്തോണീസിന്റെ അല്ലെങ്കിൽ അന്തോണീസ് പുണ്യാളുടെ ആ രൂപത്തിന്റെ അല്ലെങ്കിൽ പ്രതിമയുടെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എന്റെ പ്രശ്നങ്ങളുടെ ആരംഭമായി. അതിനുശേഷം എന്റെ സുപ്പീരിയേഴ്സിനോട് പറഞ്ഞു, സുപ്പീരിയേഴ്സിനെ വിളിച്ചു, പല പ്രാവശ്യം ശാസിച്ചു. അതേ അങ്ങനെ ആ കാലങ്ങൾ കടന്നുപോയെങ്കിലും എന്റെ കർത്താവിനെ കൃപയാൽ അതേ അങ്ങനെ ആ വിഷമിച്ചു. കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഈ പാരമ്പര്യത്തെ ഞാൻ കഴിഞ്ഞാൽ മതിയോ? ഈ പൗരോഹിത്യം ഞാൻ കഴിഞ്ഞാൽ മതിയോ? കർത്താവെ ആ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള ആ കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതേ കർത്താവ് ആ പ്രാർത്ഥന കേൾക്കുന്നതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ മുഖം പ്രകാശിതരായി അവരുടെ മുഖമൊരിക്കൽ ലജ്ജിക്കേണ്ടുന്നതില്ല. അതെങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ദൈവത്തിന് ഇടപെടലുണ്ടായി. ഞാൻ പറയാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ ഇടപെടൽ അനുസരിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ ഇടപെടൽ അനുസരിച്ച് 2 ദേവദാസന്മാർ എന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. അതനുസരിച്ച് പിറ്റേ ദിവസം ഞാൻ അന്ന് ബാംഗ്ലൂർ സെന്റ് ജർമൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത 2 പാസ്റ്റർമാര് എന്നെ കാണുവാനായിട്ട് ആ സ്കൂളിലേക്ക് വരികയും ഞാൻ ക്ലാസ്സിലായിരുന്നു. പിയോൺ വന്ന് പറഞ്ഞു, അച്ഛനെ കാണാൻ ഇതാ 2 പാസ്റ്റർമാർ വന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്റർമാരോ? എനിക്ക് പാസ്റ്റർമാരെ യാതൊരു ബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ആ പിയോൺ പറഞ്ഞില്ല, അച്ഛനെ കാണാൻ തന്നെയാണെന്ന് പറഞ്ഞു. അത് ഞാൻ അവിടെ കടന്നു നിന്നു അവരോട് സംസാരിച്ചു. അവർ കണ്ട ഉടനെ പറഞ്ഞു, മാത്യു എന്നല്ലേ പേര്? ഞാൻ പറഞ്ഞു, അതെ ഇവിടെ പഠിപ്പിക്കുകയില്ലേ? 3ാമതായിട്ട് അവർ പറഞ്ഞത്, നിങ്ങളെ മാതിരി ഒരു വ്യക്തിയുണ്ട്, നിങ്ങളെ വന്ന് കാണണമെന്ന് കർത്താവായ യേശു ഞങ്ങളോട് കൽപ്പിച്ചു. അതെ, എന്റെ കർത്താവിന്റെ പദ്ധതിയായിരുന്നു. അവരത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തലേ ദിവസം ഉണ്ടായ അനുഭവം എനിക്ക് ഓർമ്മ വന്നു. അത് എന്റെ കർത്താവ് എന്നെ ഇത്ര സ്നേഹിക്കുന്നുണ്ടല്ലോ, എന്റെ കർത്താവ് തന്നോട് ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നല്ലോ. അങ്ങനെ അവിടെ ഞങ്ങളുടെ ആ സംസാരം ഏകദേശം 10:45 മണിക്ക് തുടങ്ങിയത് 2:45 മണി വരെ നീണ്ടു. ഞങ്ങളോട് പ്രാർത്ഥിച്ചു പിരിഞ്ഞു. അവിടെ ആ ദിവസത്തിന്റെ അളവറ്റ കൃപയാൽ എനിക്കവിടെ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടായി. എന്നാൽ അതിനുശേഷം എനിക്ക് വളരെയധികം പ്രയാസങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്. എന്റെ സഭയിലേക്ക് കടന്നു ചെന്നപ്പോൾ പ്രൊവിൻഷ്യലിൽ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ പ്രൊവിൻഷ്യലിൽ കാണാൻ പോയി. അതിനുശേഷം തിരിച്ചു വന്നു. പിന്നെ ഞാനൊരു നോട്ടപ്പള്ളിയായിട്ട് അവരെപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി ആൾക്കാരെ വെച്ചിരുന്നു. എന്നാൽ എന്റെ ദൈവം വലിയവനാണ്. എന്റെ ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്നത്. അവൻ വിളിച്ചു വേർപെടുത്തിയാൽ അവൻ വിശ്വസ്തനാണ്. അവന്റെ മാറ്റമില്ലാത്ത വചനം ഒരിക്കലും അതേ നമുക്ക് ഒരു പ്രയാസമായി തീരല്ല. അവന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതേ തുറന്നുള്ള ദിവസങ്ങളും ആ ദേവദാസന്മാരുമായിട്ട് എനിക്ക് ബന്ധപ്പെടുവാനും അങ്ങനെ കർത്താവിന്റെ കൃപയാൽ അത് 1990 ഏപ്രിൽ മാസം 7-ാം തീയതിയിൽ അവിടെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് ആ കൺവെൻഷനിൽ വെച്ച് ദൈവത്തിന്റെ ഇടപെടൽ വീണ്ടും ഉണ്ടായി. അവിടെ വെച്ച് സ്നാനം എടുക്കുവാനും കർത്താവിന്റെ ചേരുവാനും സാധിച്ചു. അങ്ങനെ അവിടെ സ്നാനം കഴിഞ്ഞു. ഞായറാഴ്ച ഞാൻ സ്നാനം കഴിഞ്ഞിട്ടു എന്റെ ഭവനത്തെ കടന്നു ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് ഇതായിരുന്നു, ഉടനെ പ്രൊവിൻഷ്യലിൽ പോയി കാണുക. ഞാൻ എന്റെ മുറിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതേ കർത്താവിന്റെ ആലോചന അനുസരിച്ച് ഒരു പേപ്പർ എഴുതി, ചില കാര്യങ്ങൾ എഴുതി, മദ്രാസിലേക്ക് കടന്നുപോയി. അതെ, അങ്ങനെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് അതുവരെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞങ്ങളെ ട്രെയിനിൽ കയറ്റി അവിടെ കൊണ്ടാക്കുന്നതാണ്. എന്നാൽ അന്ന് എനിക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ തരാതെ അത് എവിടുന്ന് അതേ ഇപ്പൊ നമ്മുടെ ക്രിസ്മസിനെ എനിക്കറിയാം, അത് വർഷങ്ങളായിട്ട് അറിയാം. പക്ഷെ അധികം ഇന്നും ലോഹ ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരു ലോഹ പോലും എടുക്കാതെ വരെ 2 ജോഡി ഡ്രസ്സും എടുത്തോടെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു. മദ്രാസിലെ പ്രൊവിൻഷ്യൽ ഹൗസിൽ ചെന്നു. അവിടുന്ന് വളരെ രീതിയിൽ അവരെന്നെ ശാസിച്ചു. അതെ, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നീ കത്തോലിക്ക പുരോഹിതനായി നീ ഇതെല്ലാം ആയിട്ട് നീ ഒരു പെന്തക്കോസ്തുകാരുടെ കൂടെ പോയി അവിടെ പോയി സ്നാനമെടുത്തു, അതുകൊണ്ട് ഇനി സ്നാനമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെതെല്ലാം അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ കൃപയാൽ അത് മൗനമായി കേട്ടിട്ട് അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ഞാൻ എഴുതി വെച്ച പേപ്പർ എടുത്ത് കൊടുത്തു. അതിൽ ഇത്രയുമാണ് എഴുതിയിരുന്നത്, എന്റെ ദൈവം എനിക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നതിനാൽ ഞാൻ അതുവഴി ആ വഴി കർത്താവ് കാണിച്ചെന്ന് വഴി അനുസരിച്ച് ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞു. അവരെ സ്തംഭിച്ചുപോയി. പക്ഷെ ഞാൻ അവിടെ ഇറങ്ങി തിരിച്ചു. ഞാൻ അതിനുശേഷം ഇവിടെ എറണാകുളത്ത് വന്നു. പള്ളൂരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് സ്നേഹഭവനുണ്ട്. അത് അവിടെ വരുന്നതിന് മുൻപ് ഞാൻ വീട്ടിലെ കൈനീരെ കടന്നുപോയി. എന്റെ അപ്പച്ചനും അമ്മച്ചിയും അതെ അപ്പച്ചനും അമ്മച്ചിയും മാത്രമുണ്ട്. ഞങ്ങൾ 8 പേരിലെ ഏറ്റവും ഇളയവനാണ്. അപ്പച്ചനെ കാത്തിരുന്നു. അവിടെ പറമ്പിലെ കാല് കുത്തുന്നതിന് മുൻപ് തന്നെ അപ്പച്ചൻ പറഞ്ഞു, ഇറങ്ങി പോടാ പറ്റി. അതെ, എന്റെ കർത്താവിന്റെ ആ കൃപയെ ഞാൻ അവിടെ ഇറങ്ങി തിരിച്ചു. അടുക്കള പറമ്പിൽ പോയി ആ വയലിൽ കൂടെ കടന്ന്
അടുക്കള ഭാഗത്ത് നിന്ന് അമ്മച്ചിയെ കണ്ടു. അമ്മച്ചിയും പറഞ്ഞു, മോനെ നീ അപ്പച്ചൻ പറഞ്ഞു കേട്ടില്ലേ, നീ പൊക്കോളുക, നീ ബന്ധുക്കാരോടെ പോയില്ലേ, ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അതേ കർത്താവിന്റെ കൃപയാൽ ഞാൻ അവിടെ ഇറങ്ങി. അവിടെ സ്നേഹഭവനിൽ ചെന്നു. സ്നേഹഭവനിൽ എന്റെ കർത്താവ് ഒരു മാസം പോലും താമസിക്കാൻ അനുവദിച്ചില്ല. ഒരു മാസത്തിനുള്ള ഞാനൊരു നല്ലൊരു ജോലി കിട്ടി ആ കോഴിക്കോട്ടേക്ക് വന്നു. ഇന്നും കോഴിക്കോട് എന്റെ കർത്താവിനെ സംരക്ഷിച്ചു പോരുന്നു. അതെ, അവിടെ കോഴിക്കോട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് കോളനിയിലാണ്, അവരുടെ ഇടയിലാണ്. ഈ കഴിഞ്ഞ നാട്ടിലുള്ള ചിലവരുടെ സ്നാനപ്പെട്ടു, അവർ മുസ്ലിം കുടുംബം സ്നാനപ്പെട്ടു. അതിന്റെ ആ കാരണത്താൽ അവരെന്നെ 2-3 പ്രാവശ്യം ആക്രമിച്ചു, മാരകമായിട്ട് എന്നെ മുറിവേൽപ്പിച്ചു. പക്ഷേ കർത്താവിന്റെ കൃപയാൽ ഇന്ന് ഞാൻ ജീവിക്കുന്നു. അവരെന്റെ ജീവന് നശിപ്പിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ആ ബംഗ്ലാദേശ് കോളനിയിലുള്ള എല്ലാ മക്കളും കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്. അവരെ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ നേതാക്കളായി നിൽക്കുന്ന ആ ഒരു 7 ദാതാമാരുണ്ട്. അവരെ കർത്താവ് ടച്ച് ചെയ്യണം. അവരിൽ ഒരാരെങ്കിലും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ മുഴുവൻ കർത്താവിലേക്ക് വരും. ആ കർത്താവിലേക്ക് അവർ വരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയായിരിക്കുന്നു. എന്റെ തുടർന്നുള്ള ജീവിതത്തിൽ കർത്താവിന്റെ ഹിതമനുസരിച്ച് ദൈവമാസമായിട്ട് പ്രവർത്തിക്കുവാൻ കർത്താവ് വലിയവനാണ്. വിളിച്ചു പേർത്തുപെടുത്തിയൻ വിശ്വസ്തനായാൽ അവന്റെ വിശ്വതയിൽ അവന്റെ വിജയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നിങ്ങളെ വിലയേറിയ പ്രാർത്ഥനയായിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയ ശ്രേഷ്ഠ ദൈവദാസന്മാരെ ഞാൻ അനുമതിയോടൊപ്പം തന്നെ എല്ലാവരോടും ഞാൻ ആവശ്യപ്പെട്ടത്, നമുക്കൊന്നുകൂടി ചിന്തിക്കുവാൻ ആവശ്യപ്പെടുന്നത്, നമ്മുടെ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ആ പ്രകാശമായിട്ട് നമ്മൾ ശോഭിക്കുന്നുണ്ടോ, അതോ നമ്മൾ കത്തുന്ന കരിന്തിരികളാണോ, അതോ നമ്മൾ കാറ്റും കോളും വരുമ്പോൾ കെട്ടിറങ്ങുന്ന വിളക്കുകളായിട്ട് മാറുകയാണോ, അതോ നമ്മൾ മറ്റുള്ളവരെ ഭരിക്കുകയാണോ? അയ്യോ, അവിടെ ഇരുട്ടാണ്, അവിടെ പ്രകാശമില്ല, അവിടെ കൂരിട്ടാണ്. അതെ, നമുക്ക് ആ കൂരിട്ട് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് ഓരോ വിളക്കുകളായി ശോഭിക്കാം. അതെ, നമ്മളെല്ലാവരും വിളക്കുകളായിട്ട് ശോഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല പ്രകാശം വരും. രാത്രിയിലെ കാര്യം, ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞാൻ പറയാം. രാത്രിയിൽ അതേ കൂരിട്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഓരോ വിളക്കായിട്ട് ശോഭിച്ചാൽ അവിടെ പ്രകാശം വരുത്തും. അതെ, നമുക്കെല്ലാവർക്കും ഈ കൂട്ടായ്മയും അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ആ പ്രദേശങ്ങളിൽ ആ യേശുവിന്റെ ദൈവത്തിന്റെ സ്നേഹം പരത്തുവാനായിട്ട്, അതെ, ആ ദൈവത്തിന്റെ പ്രകാശം വിളക്കുകളായിട്ട് ശോഭിക്കുവാനുള്ള കൃപ ദൈവം നൽകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.